കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തിത്തുറന്ന വൻ മോഷണം. 35 പവനും പണവും നഷ്ടപ്പെട്ടു. ചിറങ്ങര ഗാന്ധിനഗർ ചെമ്പകശ്ശേരി വീട്ടിൽ പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രി 2 മണിയോടെയാണ് മോഷണം നടന്നത്. വീടിന്റെ പിറകിലെ ജനൽ കമ്പി അഴിച്ചു മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 35 പവനും 8000 രൂപയും നഷ്ടമായി. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. ജനൽ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച വാക്കത്തിയും ചുറ്റികയും ഉപേക്ഷിച്ച നിലയിൽ ജനലിനരികിൽ കണ്ടെത്തി. ഇന്നലെ രാത്രി 2:30 പ്രകാശൻ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് എഴുന്നേറ്റപ്പോഴാണ് സംഭവം അറിയുന്നത്. ചെറിയ തരിപ്പുണ്ടായി. അപ്പോൾ ഒന്ന് ഒഴിഞ്ഞു തരാനായിട്ടാണ് തോന്നുന്നത്. ഞാൻ കൃത്യമായിട്ട് ഉറക്കണില്ല. അപ്പോൾ ഇങ്ങനെ പതുക്കെ തട്ടി വൈഫിനെ വിളിച്ച് എനിക്ക് കഴിഞ്ഞപ്പോൾ ആള് 2 പ്രാവശ്യം ഒഴിഞ്ഞാന്ന്. പിന്നെ ബാത്റൂമിലേക്ക് പോകാനായിട്ട് പോയപ്പോഴാണ് അവിടെ ലൈറ്റ് കണ്ട് പുള്ളിക്കാർക്ക് വേഗം ഓടി ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്തിരി സ്വർണ്ണവും കാര്യങ്ങളുണ്ടായി. അത് എൻ്റെ പാത്രമൊക്കെ പുറത്ത് കിടക്കുന്നു. വേഗം അവിടെ നിന്നുള്ളി എൻ്റെ അടുത്ത് അവിടെ നിന്ന് വിളിക്കുന്നത്. ആ സമയത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണ്. പിന്നെ അവിടെ കൊത്തി ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. തൊട്ടടുത്ത റൂമിൽ വെളിച്ചം കണ്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് അലമാര തുറന്നു കിടക്കുന്നതും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലും കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. ഞങ്ങൾ ഇന്നലെ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വൈഫടക്കം വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് അഡ്ലക്സിൽ. അപ്പോൾ അച്ഛനമ്മയ്ക്ക് തിരൂരൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു 7-8 മണി ആ സമയം കഴിഞ്ഞപ്പോൾ അവർ പോയിരുന്നു. അത് തിരിച്ചൊരു 2:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. അച്ഛനമ്മയും ഏകദേശം ഞങ്ങൾ എത്തുന്നതിനും അച്ഛനമ്മ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ പോയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഒരു 10-11 അച്ഛനമ്മ കിടന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അച്ഛൻ കിടക്കുന്ന റൂമും ഈ ഫ്രണ്ടിലെ റൂമും തമ്മിലൊരു ഡോറുണ്ട്. അപ്പോൾ അവിടെ കിടന്നു. അങ്ങനെ അച്ഛന് ഒരു 2-2:30 ആയപ്പോൾ എന്തോ കൈക്കോ എന്തോ വയ്യാന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ വിളിക്കണ്ടായി. അമ്മ വിളിച്ചിട്ട് വെള്ളം ഒഴുക്കാനോ വന്നപ്പോൾ ഇപ്പുറത്തെ ലൈറ്റ് കത്തി കിടക്കുന്ന കണ്ടു. അങ്ങനെ അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ വന്നപ്പോൾ ഈ റൂം ആകെ അലങ്കോലപ്പെട്ട് ഇങ്ങനെ കിടക്കണപ്പോൾ പെട്ടെന്ന് അച്ഛനെ വിളിച്ച് കൊണ്ട് ചെയ്തത്. അങ്ങനെ കണ്ടപ്പോഴാണ് അവിടെ ഇങ്ങനെ സ്വർണം പോയിട്ടുണ്ട്. ഒരു വൈറ്റ് ബാഗ്, അതിലൊരു 8000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ ATM കാർഡ്, അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഈ സാധനത്തിൽ അവർ കൊണ്ടുപോകേണ്ടത്. ആ സൈഡിലെ ജനലാണ് പൊളിച്ചിട്ടുണ്ട്. 2-3 കമ്പി അത് അറുത്ത് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ആ സൈഡിലേക്ക് കൂടുതലായിട്ട് പോയില്ല. പോലീസ് കൊണ്ടുവന്ന കാര്യം ഞങ്ങൾ അപ്പോൾ തന്നെ കുറച്ച് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അപ്പോഴേക്ക് 2-2:15 വിളിച്ച് അപ്പോൾ തന്നെ പോലീസ് എത്തി. എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കാലത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അത് കൂടുതൽ ഡീറ്റെയിലേക്ക് റൂമിലേക്കോ അല്ലെങ്കിൽ ആ സൈഡിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല.